ഈ പണം അക്കാമ്മ നിനക്ക് എന്തിനാ തന്നത്? അക്കാമ്മയുടെ മകനെ കാട്ടിക്കൊടുക്കാതിരിക്കാനാ. നീ കാട്ടിക്കൊടുക്കാതിരിക്കാൻ അവൻ എന്ത് തെറ്റാ ചെയ്തത്? അത് അക്കാമ്മയുടെ മകൻ രജി. അന്ന് സീതക്കുട്ടി കൊല്ലപ്പെട്ട ദിവസം രജിയും കൂട്ടുകാരും ഒരു കല്യാണം കഴിഞ്ഞ് എന്റെ കാറിൽ മടങ്ങി വരികയായിരുന്നു. അപ്പോ രാത്രി ഏകദേശം 7-7:30 മണിയായി കാണും. ഞാനില്ല, എനിക്ക് ഇതിപ്പോ ഞാൻ ഭയന്നുപോയി സാർ, വല്ലാതെ ഭയന്നുപോയി. ബോഡി മറവ് ചെയ്യാൻ അപ്പൊ എനിക്ക് തോന്നിയില്ല. വിവരം ഞാൻ സുഗണ സാറിനെ അറിയിച്ചു, സാർ അക്കാമ്മയെ അറിയിച്ചു. സാറ് പറഞ്ഞതനുസരിച്ച് ഡെഡ് ബോഡി കുളത്ത് കല്ല് കെട്ടി താത്തി. എന്തിനാ കോവിലത്തെ കുളത്തിൽ തന്നെ കൊണ്ടിട്ടത്? വേറെ ഇഷ്ടം പോലെ കുളങ്ങളുണ്ടല്ലോ ഈ രാജ്യത്ത്. അവിടെ തന്നെ ഇടാൻ പറഞ്ഞത് സുഗണ സാറാ. എന്തിന്? എങ്ങാനും കേസ് കുത്തി പൊക്കി വന്ന പോലീസും ജനവും തമ്പുരാനെ സംശയിക്കണം. പൗരസമിതി ഉണ്ടാക്കിയതും സുഗുണം പറഞ്ഞിട്ടാ? അതെ, തമ്പുരാനെതിരെ ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടി. ഈ അക്കാമ ആരാ? അവരുടെ വീട് കോട്ടയത്താ. വിവാഹം കഴിഞ്ഞ് കുറെ കാലം ഭർത്താവിനോടൊപ്പം അമേരിക്കയിലായിരുന്നു. ഭർത്താവ് മരിച്ച ശേഷം ഹിന്ദിയിലേക്ക് മടങ്ങി. അയാള് ചത്തതോ അതോ അവള് കൊന്നതോ? ഇപ്പോ ഒരു കാര്യം കൂടെ വ്യക്തമായി. ശാലിനിയുടെ ചേച്ചിയുടെ ഭർത്താവ് മുരളി എങ്ങനെ അമേരിക്കയിലെത്തിയെന്ന്. അത് അക്കാമയുടെ ഇൻഫ്ലുവൻസ് തന്നെ. അക്കാമ ഇപ്പൊ നാട്ടിലെന്ത് ചെയ്യുന്നു? ഒരുപാട് ബിസിനസ് ഉണ്ട്, വലിയ കോടീശ്വരിയാ. ആ നിർഗുണനും അവളും തമ്മിൽ എന്താ ബന്ധം? അവൾ സുഗുണന്റെ കീപ്പോ അതോ അയാൾ അവളുടെ? അതൊന്നും എനിക്കറിയില്ല സാർ. പക്ഷെ അക്കാമ പറഞ്ഞ സുഗണ സാർ എന്തും കേൾക്കും. ഓ രാജ, ഇവന്റെ ഇന്നൊരു ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് വാങ്ങിച്ചു വെച്ചേക്കും. സർ. അല്ല, ഇനി ഇവന്റെ ജീവന് നമ്മുടെ ജീവനേക്കാൾ വിലയുണ്ട്. ആ തീർച്ചയായും സർ. റജിയും കൂട്ടുകാരും ഇപ്പൊ എവിടെയുണ്ട്? പറയാ സാർ.
നോ. ബിന്ദുവിനെ അവരെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുമോ സർ? ഇനി അഥവാ കഴിഞ്ഞാലും ആ കേസ് റിപ്പോർട്ട് ചെയ്യാത്ത സ്ഥിതിക്ക് വല്ല പ്രയോജനം ഉണ്ടാവുമോ? ബിന്ദുവിനെ സാക്ഷിയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അവരെ കാണുമ്പോഴുള്ള പ്രതികളുടെ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊരു കൺഫർമേഷനാണ്. അവരെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ബിന്ദു നോർമൽ ആകാനും അത് സഹായിച്ചേക്കും. പ്ലീസ്. എന്താ കാണിക്കുന്നത്? തൽക്കാലം പ്രതികളുടെ കാര്യം രഹസ്യമായിരിക്കട്ടെ. ഞാൻ പറഞ്ഞിട്ട് അറസ്റ്റ് റെക്കോർഡ് ചെയ്താൽ മതി. സർ, ഒരു അറസ്റ്റ് കൊണ്ട് മാത്രം ഈ കേസ് അവസാനിക്കുന്നില്ല. ഇവരെ കോടതിയെ കൊണ്ട് ശിക്ഷിപ്പിക്കേണ്ട ബാധ്യത കൂടെ നമുക്കുണ്ട്. പ്രതിഭാഗം വക്കീൽ ജഗദീഷ് ടി നമ്പ്യാർ തന്നെ ആയിരിക്കും അല്ലേ സർ? ആവണമെന്നാണ് എന്റെ പ്രാർത്ഥന. അല്പമൊക്കെ വൈരാഗ്യമില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ദൈവങ്ങളായി പോവില്ലേ രാജാ? നമ്പ്യാര് 18 അടവ് എടുക്കും പ്രതികളെ രക്ഷിക്കാൻ.
19ാമത്തെ അടവ് എടുക്കട്ടെ, എന്തും ഫേസ് ചെയ്യാൻ ഞാൻ പ്രിപ്പയർഡ് ആണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം സുഗണപാലനെ ഇപ്പോഴത്തെ പോസ്റ്റിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. അയാൾ ആ പോസ്റ്റിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ മുമ്പോട്ട് പോവില്ല. അതുകൊണ്ട് അറസ്റ്റ് റെക്കോർഡാക്കണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സുഗുണൻ സാറിനെ മാറ്റാന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ കാണണം. എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് അറിയാം. ഇതുവരെ ഞാൻ ഒരു കാര്യത്തിനും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഈ കാര്യത്തിന് കണ്ടില്ലേ പറ്റൂ, വേറെ വഴിയില്ല. ഓക്കെ.